ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് അല്ലെങ്കിൽ ശിവഭഗവാൻ കൂടെ ഉള്ളവർക്ക് ഭഗവാൻ ഒരു പ്രത്യേക അനുഗ്രഹം നൽകും. അതെങ്ങനെയാണ് നൽകുന്നത്, ഏത് രൂപത്തിലാണ് കിട്ടുന്നത്, അത് കിട്ടിയാലുള്ള നമുക്ക് മനസ്സിലാക്കാവുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് അല്ലെ ശിവഭഗവാൻ കൂടെ ഉള്ളവർക്ക് ഭഗവാൻ ഒരു പ്രത്യേക രീതിയിലുള്ള അനുഗ്രഹം നൽകും. അത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ? ഒന്നുകിൽ ഭഗവാന്റെ ഒരു മന്ത്രം അത് നിങ്ങൾക്ക് ആരെങ്കിലും വഴി കിട്ടും. മാത്രമല്ല ആ മന്ത്രം ജപിക്കേണ്ട ഒരു രഹസ്യ രീതി കൂടെ നിങ്ങൾക്ക് കിട്ടും, ആരും പറയാതെ തന്നെ. അത് ഭഗവാൻ നിങ്ങൾക്കുള്ളിൽ തെളിയിച്ചു തരുന്നതാണ്. മന്ത്രം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഭഗവാൻ അത് നിങ്ങളൊരു ദിവസം ഉറങ്ങിക്കഴിയുമ്പോഴോ ഏതെങ്കിലും ഒരു ദിവസം പ്രഭാതത്തിലോ നിങ്ങൾക്ക് തോന്നും ഈ മന്ത്രം ഇങ്ങനെ ഒന്ന് ജപിച്ചു നോക്കാം, ചിലപ്പം ഫലം കിട്ടുമെന്ന്. അത് ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. അത് നിങ്ങളിൽ അപ്പൊ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എന്ന് 100% വിശ്വസിച്ചോളുക. ഭഗവാൻ അത് എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല. അപ്പൊ നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ശിവഭഗവാന്റെ ഒരു വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു മന്ത്രമാണ്, അത് പ്രയോഗിക്കേണ്ട ഒരു രഹസ്യ രീതിയാണ്. ഈ മന്ത്രം നിങ്ങൾക്കെല്ലാം അറിയാം, പക്ഷെ അത് പ്രയോഗിക്കേണ്ട ഒരു രഹസ്യ രീതി, അത് ആ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ശിവഭഗവാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ സർവ്വ ദുരിതങ്ങളും ബന്ധനങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം തീരണമെങ്കിൽ ശിവഭഗവാനെ വിളിക്കുക തന്നെ വേണം. അപ്പോൾ ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശിവഭഗവാൻ തരുന്ന ഒരു അനുഗ്രഹമായിട്ട് തന്നെ വിചാരിച്ചു. കാരണം ശിവഭഗവാൻ നിങ്ങൾക്ക് തരുന്ന ചില അനുഗ്രഹങ്ങൾ മിക്കവാറും ഒരു നമ്മളൊരു ശിവക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ തിരുമേനി ജപിക്കുന്ന ചില മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ ശബ്ദരൂപത്തിലാണ് ഭഗവാന് നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നതെങ്കിൽ ആ ജ്ഞാനം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഗുണപ്പെടുമെന്നുള്ളതാണ്. ശബ്ദം, നാദമാണ് ഏറ്റവും വലിയ രഹസ്യം. അപ്പൊ ഞാനിപ്പോ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് ഭഗവാന്റെ നിങ്ങൾക്കൊരു പ്രത്യേക അനുഗ്രഹം കിട്ടുന്നതുകൊണ്ടാണ്. അപ്പൊ ഞാനീ പറയുന്നത് നിങ്ങൾ ശബ്ദരൂപത്തിലാണ് കേൾക്കുന്നത്, അത് നിങ്ങൾക്ക് ഗുണപ്പെടും. ശബ്ദരൂപത്തിൽ കിട്ടുന്ന ജ്ഞാനം അതൊരു ശിവക്ഷേത്രത്തിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ നിന്നായിക്കോട്ടെ, ശബ്ദരൂപത്തിൽ കിട്ടുന്ന ഭഗവാന്റെ മന്ത്രം, ആ മന്ത്രം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടാണ് കിട്ടുന്നത്. ആ മന്ത്രത്തിന്റെ ആ രഹസ്യ രീതി കൂടെ മനസ്സിലാക്കിയാൽ, ആ രഹസ്യ രീതി നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നി ഈ മന്ത്രം ഇങ്ങനെ ജപിക്കണമെന്ന്. അങ്ങനെ ഭഗവാൻ തന്നെ കാണിച്ചു തരും. അല്ലെങ്കിൽ ഇതുപോലെ എന്നെ പോലെ ഇതുപോലെ ഗുരുസ്ഥാനത്തുള്ള ആരെങ്കിലും പറഞ്ഞു തരും. ഇങ്ങനെ ഏത് രീതിയിലും നിങ്ങൾക്കൊരു മന്ത്രവും ആ മന്ത്രത്തിന്റെ രഹസ്യമായി ചെയ്യേണ്ട രീതിയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിവഭഗവാൻ തരുന്ന അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അപ്പൊ ഈ മന്ത്രം നിങ്ങൾ കേട്ടിട്ടുള്ള മന്ത്രമാണ്, പക്ഷെ ഇതിന്റെ ഇത് ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. ഇത് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഭഗവാൻ പാർവതീദേവിയുടെ ശിവഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ്. എനിക്ക് യാതൊരു കഴിവുമില്ല, അറിവുമില്ല, ഇത് എൻ്റെ ജ്ഞാനവുമല്ല, ഗുരുക്കന്മാരും ഭഗവാനും അമ്മയും തരുന്ന ജ്ഞാനമായി പറഞ്ഞു തരുന്നത്. മന്ത്രം ഇതാണ്: ശിവായ നമ. ഈ മന്ത്രം എങ്ങനെ ജപിക്കണം? ഈ മന്ത്രം ജപിക്കണ്ട, ഈ മന്ത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതി. അതാണ് രഹസ്യമായ ജ്ഞാനം. ഉറപ്പാണ്. ഇതിന് ബാക്കിയുള്ള രഹസ്യങ്ങളൂടെ കേട്ടിട്ട് ചെയ്യാവുള്ളൂ, എടുത്തു ചാടി ചെയ്യരുത്. കുറെ കാര്യങ്ങളൂടെ മനസ്സിലാക്കണം. 3 ശിവരഹസ്യങ്ങളൂടെ പറഞ്ഞു തരുന്നുണ്ട്, എല്ലാം കേട്ടിട്ട് ചെയ്യാവുള്ളൂ. ഒരു 10-15 മിനിറ്റ് നിങ്ങൾ അറിയുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടായി വരും. അപ്പം അത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. അത് ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പൊ ശിവായ നമ എന്ന് നിങ്ങൾ വാ കൊണ്ട് ജപിക്കേണ്ട, മനസ്സിൽ ആ മന്ത്രത്തെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ശിവായ നമ എന്ന് മനസ്സിൽ കാണുക, മനസ്സിൽ ധ്യാനിക്കുക മതി. ശിവായ നമ എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ പോലും യാതൊരു ആപത്തേതുമേ ഒരിക്കലും വരികയില്ല എന്നാ പറയുന്നത്. ഒരാപത്തുകളും വരികയില്ല. ആത്മാർത്ഥതയോടെ മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഇപ്പം പറയുന്ന രീതി അനുസരിച്ച് ശിവായ നമ നിങ്ങൾ ജപിക്കണ്ട, മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഇത് ഒരു ജ്ഞാനമാണ് ഈ തരുന്നത്. നിങ്ങളുടെ ചോദിച്ചാൽ അത് ഉപകാരപ്പെടും. സത്യജ്ഞാനമാണ്. ശിവായ നമ കൊണ്ട് ജപിക്കാം, ആ രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം പറയുന്ന രീതി നിങ്ങൾ ചെയ്യുക. കാരണം ഇത് ഇച്ചിരി ഉയർന്ന ജ്ഞാനമാണ് ഈ പറഞ്ഞു തരുന്നത്.
വാഗൊണ്ട് ജപിക്കേണ്ട, മനസ്സിൽ ശിവായ നമ്മ ചിന്തിച്ചാൽ മതി എന്നുള്ള ഉയർന്ന ജ്ഞാനമാണ്. അത് ഒരു പടിയും കൂടി ഉയർന്ന ജ്ഞാനമാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് അർഹത ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇനിയും ചെയ്താൽ മതി. ശിവായ നമ എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി, വാഗൊണ്ട് ജപിക്കേണ്ട. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങൾക്ക് എല്ലാം നൽകുമെന്നുള്ളതാണ്. അതായത് ശിവായ നമയുടെ ചില രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഷീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനാണ്, വാ എന്ന് വെച്ചാൽ ശക്തിയാണ്, യാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവാണ്, നാ എന്ന് വെച്ചാൽ നമ്മളുടെ ഭൗതിക ലോകം, കർമ്മം, മായ ഒക്കെയാണ്, മാ എന്ന് വെച്ചാൽ ആണവമലമാണ്, അഹങ്കാര, അഭിമാനം, ഇതിനൊക്കെ ശുദ്ധി ആകുന്നതാണ് മാ. അപ്പൊ ഇത്രയും നിങ്ങൾക്കറിയാം. നമശിവായ എങ്ങനെ തിരിച്ചിട്ടാൽ ഈ അക്ഷരത്തിന്റെ ഓരോന്നിന്റെ രഹസ്യം ഇതാണ്. അത് ശിവായ നമ എന്ന് പറഞ്ഞാലും നമശിവായ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ഓരോ അക്ഷരത്തിന്റെ രഹസ്യം ഇതാണ്. അത് നിങ്ങൾക്കറിയാം. ഇപ്പൊ ഞാൻ പറയുന്നത് ശിവായ നമയെ കുറിച്ചാണ്. ഓം ജപിക്കേണ്ട, ശിവായ നമ എന്ന് മനസ്സിൽ ജപിക്കുക. മനസ്സിൽ ജപിക്കേണ്ട, മനസ്സിൽ കണ്ടാൽ മതി, മനസ്സിൽ ചിന്തിച്ചാൽ മതി. മനസ്സിലും ജപിക്കേണ്ട, വാഗൊണ്ട് ജപിക്കണം, മനസ്സിൽ കണ്ടാൽ മതി. ഇത് ഒരു അത്ഭുതകരമായ വിദ്യ കേട്ടോ. മനസ്സിൽ കണ്ടാൽ മതി. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ കാണുക ശിവായ നമ. നിങ്ങൾക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടായി വരും. ഇനി ശിവായ നമ എന്ന് വെച്ചു കഴിഞ്ഞാൽ, ശിവൻ എന്ന് വെച്ചാൽ ആരാണ്? പരമാത്മാവാണ് ഭഗവാൻ. ഭഗവാനാണ് ഈ എല്ലാം. അപ്പൊ ആ ശിവൻ ആയ എന്ന് വെച്ചാൽ അർത്ഥം ഐക്യപ്പെടുക എന്നുള്ളതാണ്. ശിവനുമായി ഐക്യപ്പെടുകയാണ്, ശിവനുമായി ഒന്നാകുകയാണ്. ആര്? ജീവാത്മാവ് പരമാത്മാവുമായി ഐക്യപ്പെടുകയാണ് ശിവായ നമ എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? ശിവായ നമ, ശിവനുമായി ഐക്യപ്പെടുകയാണ്. ശിവൻ പരമാത്മാവ്, നമ്മുടെ ഉള്ളിലെ ജീവാത്മാവ് ശിവനുമായി ഐക്യപ്പെടുകയാണ്. ശിവായ നമ എന്ന് നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ അത് മനസ്സിലാക്കി കാണുക. അത് അങ്ങനെ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭഗവാനുമായിട്ട് ഐക്യപ്പെടും. അപ്പോൾ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? എൻ്റെ ഈ ജീവിതം അത് ഭഗവാൻ എൻ്റെ ജീവിതമല്ല, ഇത് ഈശ്വരന്റെ ജീവിതമാണ്. അങ്ങനെ ചിന്തിക്കണം. അവിടെ തൊട്ട് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. എൻ്റെ ജീവിതമല്ല, അത് ഈശ്വരന്റെ ജീവിതമാണ്. ശിവഭഗവാനും പാർവതിദേവിയുടെയും ജീവിതമാണ്, ഈശ്വരന്റെ ജീവിതമാണ് ചിന്തിക്കുമ്പോൾ ആ നിമിഷം മുതൽ നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാതാകും, നിങ്ങളുടെ കർമ്മഫലങ്ങൾ ഇല്ലാതാകും, നിങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മാറും. നിങ്ങൾക്ക് വേണ്ട ഐശ്വര്യങ്ങളും സമ്പത്തും ഈശ്വരാനുഗ്രഹം എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു തുടങ്ങുമെന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനും എല്ലാ ദുരിതങ്ങളെയും മറികടക്കാനും സാധിക്കും. ഏറ്റവും വലിയ വിദ്യ എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. ഭഗവാന് കീഴടങ്ങുക, അതാണ് ഏറ്റവും വലിയ വിദ്യ. പരമേശ്വരനും പരമേശ്വരിക്കും കീഴടങ്ങുക. ശിവായ നമ നിങ്ങൾ ജപിക്കുന്ന മനസ്സിൽ കാണുന്നതിന് തൊട്ട് മുമ്പ് ഹൃദയത്തിൽ പാർവതി ദേവിയെ സങ്കല്പിച്ച്, അമ്മേ പാർവതി ദേവി, ആദിപരാശക്തി, ദിവ്യമാതാവി, അവിടുത്തെ പാദങ്ങളിൽ കോടി പ്രണാമം, മഹത്വം, നന്ദി എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം മനസ്സിൽ ശിവായ നമ കാണാൻ. അപ്പോഴാണ് അത് ഫലം ഉണ്ടാകുന്നത്. കാരണം അമ്മയെ ആദ്യം വിളിക്കണം. എന്തുകൊണ്ടാണ് പാർവതി ദേവിയെ ഹൃദയത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്? നമുക്കിപ്പം പ്രിയപ്പെട്ട സമ്മാനങ്ങൾ, നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ നെഞ്ചോട് ചേർത്താണ് പിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ല നമ്മൾ നെഞ്ചോട് ചേർത്താണ് പിടിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹവായ്പ് പ്രകടിപ്പിക്കുന്നത് നെഞ്ചോട് ചേർത്ത് പിടിച്ച. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ പാർവതി ദേവിയെ, ദിവ്യമാതാവിനെ നമ്മൾ ധ്യാനിക്കണം. എന്നിട്ട് വേണം ശിവായ നമാന്ന് മനസ്സിൽ കാണുവാൻ. ഇനി 3 ശിവരഹസ്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഈ രഹസ്യങ്ങൾ അറിയുന്നവൻ ശിവനെ അറിയും. ഈ പറയാൻ പോകുന്ന 3 ശിവരഹസ്യങ്ങൾ. അവന് ദുഃഖങ്ങൾ ഉണ്ടാകത്തില്ല, അവൻ ഏത് പ്രതിസന്ധിയിലും അവൻ ആ സന്തോഷവാനായിരിക്കും. ഇനിയും പറയാൻ പോകുന്ന 3 ശിവരഹസ്യങ്ങൾ. ഈ 3 ശിവരഹസ്യങ്ങൾ കാണുന്ന നിങ്ങളെല്ലാം പൂർണ്ണതയിലേക്ക്, ആ ഭഗവാനിലേക്ക് നിങ്ങൾ ഒഴുകുകയാണ്. നിങ്ങൾ ഭഗവാനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആര് കണ്ടാലും ഭഗവാനെ അറിയുകയാണ് നിങ്ങൾ. ഈ 3 ശിവരഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. 1, ഈ പ്രപഞ്ചത്തിൽ ഒന്നും പൂർണ്ണത ഉള്ളതായിട്ടില്ല, കുറ്റമറ്റതായിട്ടില്ല. എല്ലാത്തിനും അപൂർണതകളുണ്ട്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നിനോടും ദേഷ്യം തോന്നത്തില്ല. ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് ചിലപ്പം കുറെ കഴിവുകേടുകൾ കാണും. അപ്പൊ നമുക്ക് ആ കഴിവുകേടുകളൊക്കെ ചിലപ്പം കാണുമ്പോൾ ദേഷ്യം തോന്നും. പക്ഷെ നമ്മൾ ഈ ഒരു സത്യം മനസ്സിലാക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും കുറ്റമറ്റതില്ല എന്ന് വെച്ചാൽ പൂർണ്ണതയുള്ളതൊന്നുമില്ല. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണും. ഇതൊരു സത്യമാണ്, ശിവരഹസ്യമാണ്. ഇത് അറിയുന്നവൻ നമുക്ക് ഒന്നിനോടും ദേഷ്യം തോന്നത്തില്ല, ആരോടും വെറുപ്പ് തോന്നത്തില്ല, നമുക്ക് എല്ലാത്തിനോടും സ്നേഹം തോന്നും. നമ്മൾ അറിയുന്നത് ശിവനെ തന്നെയാണ്. ഈ ഒരു ശിവരഹസ്യം അറിഞ്ഞാൽ
ഒന്നും കുറ്റമറ്റതല്ല, ഒന്നും പൂർണ്ണതയല്ല. എല്ലാത്തിനും കുറ്റവും കുറവും ഉണ്ട്, എല്ലാത്തിനും. അത് നമ്മൾ അതിനെ സ്വീകരിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സന്തോഷവാനായിരിക്കും. ആരോടും നമുക്ക് ദേഷ്യം തോന്നത്തില്ല, ആരോടും വെറുപ്പ് തോന്നത്തില്ല. ഇനിയും രണ്ടാമത്തെ ശിവരഹസ്യം, ഒന്നും അവസാനമല്ല. ഒന്നും ഒന്നിന്റെ അവസാനമല്ല. നമ്മൾക്ക് ചിലപ്പം നമ്മൾ റോഡിലോട്ട് പോകുന്നു, ഒരു വണ്ടി ഇടിക്കുന്നു, നമ്മൾ വീഴുന്നു, അപ്പൊ നമ്മൾക്ക് ചിലപ്പോൾ ഒരു പരുക്ക് പറ്റുന്നു, നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം ഇവിടെ അവസാനിച്ചു. ഒന്നും ഒന്നിന്റെ അവസാനമല്ല. ഈ ജനനചക്ര മരണങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ഒന്നിന്റെ അവസാനമല്ല. ഒന്നിന്റെ ഒന്നും അവസാനമല്ല എന്നുള്ള പരമാർത്ഥം, ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലും ദുഃഖം തോന്നുന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മളോട് വളരെ സ്നേഹമുള്ള ഒരു സുഹൃത്താണ്, നമ്മളുമായിട്ട് പിണങ്ങുന്നു, പിരിഞ്ഞു പോകുന്നു. അപ്പൊ നമ്മൾ മനസ്സിൽ പറയുക, ഒന്നും ഒന്നിന്റെ അവസാനമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് വിഷമമൊന്നും തോന്നത്തില്ല. അല്ലെ, നമ്മുടെ വീട്ടിൽ ഒരു പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ മരിക്കുന്നു, അത് ഒന്നും ഒന്നിന്റെ അവസാനമല്ല. കാരണം അത് ആത്മാവ് മറ്റൊരു അവസ്ഥയിലേക്ക് പോകുന്നു. അതെല്ലാം തുടർച്ചയാണ്, ഒന്നും ഒന്നിന്റെ അവസാനമല്ല എന്നൊരു സത്യം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ദുഃഖവും ഉണ്ടാകത്തില്ല. അതും ശിവരഹസ്യമാണ്, ശിവനെ അറിയുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ശാശ്വതമായിട്ടൊന്നുമില്ല. ഇത് മൂന്നാമത്തെ ശിവരഹസ്യം. ശാശ്വതമായിട്ടൊന്നുമില്ല. ഇതറിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ ഒരു 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 പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, ഈ യൗവനാവസ്ഥയിൽ കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ വാർദ്ധക്യമാകുമ്പോൾ ഈ മുഖമൊക്കെ ചുളുങ്ങി ആ സൗന്ദര്യം കാണത്തില്ല. അപ്പോഴ് ഒന്ന് ശാശ്വതമായിട്ട് സ്ഥിരമായിട്ടൊന്നുമില്ല, എല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓരോ വസ്തുവിനെയും ഓരോ കാര്യത്തെയും നോക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലും വിഷമം തോന്നുന്നില്ല. ഒന്നും ശാശ്വതമല്ല ഇവിടെ. സത്യമാണത് കേട്ടോ. ഈ 3 ശിവരഹസ്യങ്ങൾ അറിയുന്നവൻ എപ്പോഴും സന്തോഷവാനായിരിക്കും. അവനെ ദുഃഖം തൊടുകയില്ല. അത് ദിവസവും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്നും കുറ്റമറ്റതല്ല, എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ഞാൻ ആ കുറ്റങ്ങളെയും കുറവുകളെയും ഞാൻ സ്വീകരിക്കുന്നു എന്ന് മനസ്സിൽ പറയണം. ഒന്നും ഒന്നിന്റെ അവസാനമല്ല എന്ന് മനസ്സിൽ പറയണം. അത് ഞാൻ അറിയുന്നു, അതുകൊണ്ട് എനിക്ക് യാതൊന്നിലും ദുഃഖമില്ല, യാതൊന്നിലും വിഷമമില്ല, ഞാൻ എപ്പോഴും സന്തോഷവാനാണ് എന്ന് മനസ്സിൽ പറയുക. ശാശ്വതമായിട്ടൊന്നുമില്ല, ആ സത്യം ഞാൻ അറിയുന്നു, അതുകൊണ്ട് എനിക്ക് യാതൊന്നിലും വേവലാതിയില്ല, ഉത്കണ്ഠയില്ല, വിഷമമില്ല, ഞാൻ സന്തോഷവാനാണ്, ഞാൻ ആ ശിവബോധത്തിലാണ്. ഇത് മനസ്സിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ പറയുക. ഈ 3 കാര്യങ്ങൾ അറിയുന്നവൻ ശിവനെ അറിയുന്നു എന്നുള്ളതാണ്, ശിവരഹസ്യമാണ്. അപ്പോൾ ഈ ഒരു അറിവ് തന്നെ, നമ്മൾ ശിവബോധത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾ നശിക്കും, നമ്മളുടെ കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതം അടിമുടി മാറാൻ തുടങ്ങും. നിങ്ങൾ അത്ഭുതകരമായ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്, ആശ്ചര്യകരമായ കാര്യമായി പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പുതിയൊരു ലെവലായിരിക്കും, പുതിയൊരു വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും വിഷമമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് എപ്പോഴും സന്തോഷവാനായിരിക്കും. 3 ശിവരഹസ്യങ്ങൾ അറിയുന്നതും അതുപോലെ ഞാൻ ആ പറഞ്ഞ രീതിയിൽ ശിവായ നമഃ മനസ്സിൽ കാണുക, ഭഗവാനെ നിങ്ങൾ ഇങ്ങനെ അറിയുക. പിന്നെ തിങ്കളാഴ്ചകളും പ്രദോഷവും ചേർന്ന് വരുന്ന ദിവസങ്ങൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നറിയുക. തിങ്കളാഴ്ചകളും പ്രദോഷവും ചേർന്ന് വരുന്ന ദിവസങ്ങൾ. അപ്പം ഭഗവാനെ ഇങ്ങനെ നിങ്ങൾ അറിയുമ്പോൾ, നമ്മൾ ആ ഭഗവാനെ ഇതുപോലെ അറിയുമ്പോൾ, ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അറിയുമ്പോൾ, നമ്മൾ ശാരീരികമായ നമ്മുടെ തലത്തിൽ മാറ്റം വരുന്നു, മാനസികമായ തലത്തിൽ മാറ്റം വരുന്നു, അതുപോലെ ഊർജ തലത്തിൽ മാറ്റം വരുന്നു, അതുപോലെ ആത്മാവിന്റെ തലത്തിലും മാറ്റം വരുന്നു. ഈ 4 മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. ഭഗവാനെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ധ്യാനിക്കുമ്പോൾ, ഈ പറഞ്ഞ രീതിയിലൊക്കെ ഭഗവാനെ സങ്കല്പിക്കുമ്പോൾ, ഈ പറഞ്ഞ വിദ്യകൾ ചെയ്യുമ്പോൾ, ആ ശിവായ നമഃ മനസ്സിൽ കാണുക. ഈ 3 ശിവരഹസ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കും മനസ്സിൽ പറയണം. അതൊരു നിങ്ങൾക്ക് സമൂല മാറ്റമാണ് ഉണ്ടാകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ വിദ്യ എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്, ഭഗവാന് കീഴടങ്ങുക. ഇതെന്റെ ജീവിതമല്ല, ഭഗവാന്റെ ജീവിതമാണ്, ഭഗവാൻ തന്ന ജീവിതമാണ്, ഭഗവാന്റെ ജീവിതമാണെന്ന് എപ്പോഴും മനസ്സിൽ പറയുക. നിങ്ങൾക്ക് ഒന്നിലും ഒരു വിഷമം ഉണ്ടാകത്തില്ല. എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ അവര് പല പരാജയങ്ങളും പല പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായവർ തന്നെയാണ്. അതിൽ പലരും ഞാൻ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, എന്നെ കാണാൻ ഇവിടെ വരാറുണ്ട്, അല്ലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. അവരെല്ലാം വലിയ സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പരമമായ സത്യമാണ്, ശിവനെ കുറിച്ചാണ്, പാർവ്വതീവിയെ കുറിച്ചാണ്, നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരനെ കുറിച്ചാണ്, പരമമായ സത്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം സന്തോഷത്തിലാണ്, അവരുടെ എല്ലാ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നു.
അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിലും നിങ്ങളും മാറാൻ പോകുന്നു. കാരണം ഈ ഇങ്ങനെയുള്ള സത്യസന്ധമായ ആ ഈശ്വര ബോധത്തെയാണ് അറിയേണ്ടത്. അല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ അറിഞ്ഞാലും ചെയ്താലും നിങ്ങൾ ശിവനെ അനുഭവിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. അത് നിങ്ങൾ സങ്കല്പിക്കണം. ഭഗവാനെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി സങ്കല്പിക്കണം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശുദ്ധ ബോധമാണ് ഭഗവാൻ, സത്യബോധമാണ് ഭഗവാൻ, നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ്. നമ്മൾ ഭഗവാനെ ഉള്ളിൽ അനുഭവിക്കുന്നു എന്ന് സങ്കല്പിക്കണം. ഭഗവാന്റെ സ്നേഹം അനുഭവിക്കുന്നു, ഭഗവാന്റെ കരുതൽ അനുഭവിക്കുന്നു, ഭഗവാന്റെ ശക്തി അനുഭവിക്കുന്നു. ശിവനെ ഞാൻ അങ്ങേ അറിയുന്നു, അങ്ങേ അനുഭവിക്കുന്നു, അങ്ങേ ലയിച്ചിരിക്കുന്നു. ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് ധ്യാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ഭഗവാൻ വരുന്നത്. അപ്പോഴാണ് നിങ്ങൾ എവിടെ ഇരുന്നാലും അവിടെ നിങ്ങളുടെ ഉള്ളിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അമ്മ പാർവതിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഇതെല്ലാവരുടെയും ജീവിതം മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമ ശിവായ. ശിവായ നമഃ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.